നമസ്കാരം ഗൈസ്. ഇന്നൊരു ഓഫ് ഡേ ആണ്. ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ചെയ്യാലേ. രാവിലെ തന്നെ ഞാൻ എണീറ്റു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല, നമ്മളിന്നൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിനായിട്ട് പോവുകയാണ്. ഒരു മലയാളി ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് പോവുക. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് കുളിയും പല്ലേപ്പും കാര്യങ്ങളൊക്കെ പതിവില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചു. ബിക്കോസ് ഓഫ് ഡേയ്സിൽ ഞാൻ അങ്ങനെ അത്ര നേരത്തെ എണീക്കാറില്ല. എന്നിട്ട് നമ്മളിതാ പോവാണ്. എല്ലാവരും കൂടിയിട്ട് എൻജോയ് ചെയ്ത് പോയി. നമ്മളവിടെ എത്തി. ഇതാണ് ആ ഗ്രൗണ്ട്. ഇത് ലൈബോൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നാണ് ഈ ഗ്രൗണ്ടിൻ്റെ പേര്. നമ്മളവിടെ നിന്ന് കഷ്ടിച്ചൊരു 20 മിനിറ്റ് ഇവിടേക്ക് ദൂരമുള്ളൂ കാറിൽ. നമ്മളപ്പോൾ ഇവിടേക്ക് എത്തി. ഇതൊരു ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് എന്നതിലുപരി ഇതൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ഇവിടെയാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഏർലി സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഡ് ബോളിലല്ല കളി. ഇത് കൂടുതലും ടെന്നീസ് ബോളിലാണ് ഈ ഒരു സമയത്തെ ടൂർണമെൻറ്റുകളൊക്കെ, ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പം നമ്മളെ ടീംമേറ്റ്സ് എല്ലാവരും നേരത്തെ എത്തിയോണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചധികം സമയം നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ട് നടന്ന് വാമപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ കൂട്ടുകാരൊക്കെയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇന്ന് ക്രിക്കറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. പിന്നെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞങ്ങളുടെ കെൻറ്റ് ഭാഗത്തുള്ള യു കെക്കാരുടെ എന്ന് മാത്രമല്ല, യു കെയിലുള്ള ഒട്ടുമിക്ക മലയാളീസിൻ്റെയും ഏറ്റവും മികച്ച വിനോദങ്ങളിലൊന്നാണ്. ബിക്കോസ് ഇതൊരു സോഷ്യലൈസിങ് ഇവൻ്റാണ്. ഇവിടെ മലയാളീസ് നടത്തുന്ന ടൂർണമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എല്ലാ മലയാളീസും എല്ലാ മലയാളി ടീമുകളും വരും. നമ്മൾ ഒരുപാട് പേരായിട്ട് അടുത്തിടപഴകാനും അവരായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും ഇതുവഴി ഒരുപാട് പേർക്ക് ജോലി വരെ തരപ്പെട്ട കേസുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ കളിയൊക്കെ തുടങ്ങി. ഞങ്ങൾ ദൂരെ നിന്ന് വാച്ച് ചെയ്തു. ആദ്യത്തെ കളി സത്യത്തിൽ ഞങ്ങൾ നല്ല മാർജിനിൽ ജയിച്ചു. 6 ഓവറായിരുന്നു കളി. 6 ഓവറിൽ ഞങ്ങൾ 88 റൺ അടിച്ചു. ഞങ്ങളുടെ എതിർ ടീമിനെ ഒരു 10-25 റണ്ണിനും തോൽപ്പിച്ച് ഞങ്ങളുടെ സ്പോട്ട് സേഫായി എന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊരു തെറ്റിദ്ധാരണയായിരുന്നു. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഞങ്ങളിത് അവിടെ ഇരുന്ന് ബാക്കി ടീമിൻ്റെ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ കൂട്ടുകാരൻ തോസം. അവനൊരു തോസം എന്ന് പറഞ്ഞവനെ നമ്മൾ വെറുതെ വിളിക്കുന്ന പേരാണ്. ശരിക്കുള്ള പേര് തോമസ് എന്നാണ്. പുള്ളിയപ്പോൾ ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് കളിയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലും നല്ല സൂര്യനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിന്ന് കണ്ണിന് നല്ലോണം ഗ്ലെയർ അടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സൺസ്ക്രീനും സൺഗ്ലാസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഗ്രൗണ്ടിൽ നിന്നിരുന്നത്. നമ്മുടെ ജേഴ്സി നമ്മൾ അടുപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ടീമിൻ്റെ ഇക്കൊല്ലത്തെ. പക്ഷെ അത് വന്നിട്ടില്ല. ഞങ്ങളത് നാട്ടിൽ നിന്നാണ് അടുപ്പിച്ചത്. അപ്പോൾ ആ ജേഴ്സി വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എല്ലാവരും നമ്മുടെ വൈറ്റ്സ് ഇട്ടാണ് കളിക്കാൻ ഇറങ്ങിയത്. കാരണം ജേഴ്സി ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് വേണമല്ലോ. അപ്പം നമ്മളിന്ന് വൈറ്റ്സ് ഇട്ടാണ് കളിക്കാൻ ഇറങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് അവിടെ ഒരു വിക്കറ്റ് പോയി, കണ്ടില്ലേ? അപ്പോൾ വിക്കറ്റ് പോയപ്പോൾ 2 ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും, ഒരു ടീമിൻ്റെ വിഷമവും ആക്രോശങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് ടീം അവിടെ നെറ്റ്സ് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു സോഷ്യലൈസിങ് ഇവൻ്റാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട് കൂടെ. ഞാൻ അപ്പോൾ ചുമ്മാ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരെയും കണ്ടപ്പോൾ തന്നെ അവരോടെല്ലാവരോടും വർത്തമാനം പറഞ്ഞും അവരോട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ കുറച്ചധികം നേരം അവരായിട്ട് സ്പെൻഡ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കൂട്ടുകാരൻ അമലാണ്. ഇദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ്. ഞങ്ങളുടെ ഇടയിൽ അത്യാവശ്യം നല്ല രീതിക്ക് പാട്ട് പാടുന്ന ഒരുത്തനാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ സീസൺ ഞങ്ങൾ 2 പേരും ഒരു ടീമിലല്ല കളിക്കുന്നത്. അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അമലെ, നിൻ്റെ കൂടെ കളിക്കാത്തതിൽ. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അത് നീ മനസ്സിലാക്കിക്കോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൽഡിൻ ബ്രോ ആണ് ആ അറ്റത്തിരിക്കുന്ന ഒരാൾ. പിന്നെ അത് തോസം. അങ്ങനെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. ഇതാണ് കപ്പ്. ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ, ടൂർണമെൻറ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ഓരോ കളിയിലെ മാൻ ഓഫ് ദ മാച്ചിനും ചെറിയ മെഡലൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അടുത്ത കളിക്കുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് എന്താ ഇപ്പോൾ ചെയ്യുക, വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് ബോൾ ജഗ്ൾ ചെയ്ത് കളിച്ചാലോ അങ്ങനെയുള്ള തീരുമാനത്തിലൊക്കെ ആയിട്ട് കൂട്ടുകാരൊക്കെ കൂടി ചുമ്മാ ബോൾ ജഗ്ൾ ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫുട്ബോൾ എടുത്തുകൊണ്ട് വന്നു. ഫുട്ബോൾ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ബാസ്ക്കറ്റ് ബോളാണ്. എന്നിട്ട് ഇവരുടെ കോഴി കളിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ എനിക്ക് ഫുട്ബോൾ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ നിന്നു കളി കണ്ടു. കളിക്കാൻ എനിക്ക് താല്പര്യമില്ല, കാണാനാണ് താല്പര്യം ഫുട്ബോൾ. അങ്ങനെ ഞാനും അവരെ കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ പവലിയൻ്റെ അകത്തുനിന്ന് വരുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ടൂർണമെൻറ്റുകൾക്ക് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഭക്ഷണം
നാടൻ ഭക്ഷണം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്നും നമുക്കത് കിട്ടിയിരുന്നു. ഇന്ന് നമുക്കിത് കിട്ടിയത് ബിരിയാണിയാണ്. നല്ല ബിരിയാണി ആയിരുന്നു, ദോഷമൊന്നും പറയാനില്ല. പിന്നെ ഇവർ പഴംപൊരിയും വടയും കൊടുത്തിരുന്നു. അത് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ നമ്മൾ മേടിച്ചു കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. മുട്ടയുണ്ട് എല്ലാ ബിരിയാണിയിലും, പക്ഷേ എൻ്റെ ബിരിയാണിയിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മുട്ട കിട്ടിയില്ല. 2 പീസ് ചിക്കനാണ് എനിക്കതിൽ കൂടുതലായിട്ട് കിട്ടിയത്. അതൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അത്യാവശ്യം സൂര്യൻ രണ്ടാമതും നല്ലോണം കത്തി ജ്വലിച്ചു തുടങ്ങി. നമുക്ക് സത്യത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ 2 കളികളുണ്ട്. ആദ്യത്തെ കളി നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ രണ്ടാമത്തെ കളി കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ കളി തോറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾക്ക് സെമി കാണാൻ പറ്റാതെ പുറത്തായി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ അന്നത്തെ മാച്ചിൻ്റെ എല്ലാവിധ തെറ്റുകളും കാര്യങ്ങളും നമ്മുടെ ഡ്രസ്സിങ് റൂമിൽ ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്യാപ്റ്റനും കളിക്കാരും കൂടിയുള്ളൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആശയങ്ങളൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നൊരു ടൈമാണ്. അത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഏറെക്കുറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മണി ആ ഒരു ടൈം ആവാറ് അതിൻ്റെ ഇടുന്നു. എന്നാലും UK ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇവിടെ ഒരു 10 മണി വരെ നല്ല വെളിച്ചാണ് ഗൈസ്. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഇന്നത്തെ കളിയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സമ്പാദ്യമാണ്. ഞാനിന്ന് ചെറുതായിട്ടൊന്ന് ക്രീസിലേക്ക് ഡൈവ് ചെയ്ത് ചാടി കയറിയപ്പോൾ ആ മാറ്റുമ്മ കൊണ്ട് കൈയൊന്ന് നന്നായിട്ട് ഉരഞ്ഞ് അവിടുത്തെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞൊരു കുളിയൊക്കെ പാസ്സാക്കി തിരിച്ചതാ ഞാൻ ഹാളിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്ത സുഹൃത്ത് സേഫ് പോകാനുള്ള പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് ഞെക്കിയിട്ട് എല്ലാ വീഡിയോസിനും അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കൂ ഗൈസ്.